ടു ഫേസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഡൈവേർഡ് സീസൺ 2-വിൽ ലെജൻഡായ ഹന്ന ബിനു എന്ന മോളാണ്. അവരുടെ മാതാപിതാക്കൾ ബിനു മാത്യു, എലിസബത്ത്. ഈ കുടുംബമാണ് നമ്മളോടൊപ്പം അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളെ മൂന്നുപേരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഡൈവേർഡ് എന്ന 150 ദിവസത്തെ ഒരു യാത്രയുടെ ഏറ്റവും അവസാനം ലെജൻഡായി മാറി വന്ന ഒരാളാണ് ഈ സീറ്റിലിരിക്കുന്നത്. 650 പേരാണ് ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത്. എന്നാൽ 60 പേരാണ് ആ ലെജൻഡ് കോമ്പറ്റീഷനിലേക്ക് പേര് തന്നത്. ഇതുവരെ 36ലധികം കുഞ്ഞുങ്ങൾ ലെജൻഡായി മാറിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരുടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലൊരാളാണ് ഹന്ന. ഞാൻ ഹന്നയുടെ ആ വാക്യങ്ങൾ ഇങ്ങനെ കേട്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഹന്ന എത്ര മനോഹരമായിട്ടാണ് ആ വാക്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയത്. അത് ഭയങ്കരമായ സന്തോഷം തരുന്ന നിമിഷങ്ങളായിരുന്നു. മാതാപിതാക്കളെന്ന നിലയിൽ എനിക്ക് തീർച്ചയായിട്ടും അറിയാം, നിങ്ങൾക്കും ഒരഭിമാന നിമിഷമാണ്. നമ്മുടെ കുഞ്ഞ് ആ 150 വാക്യമൊക്കെ പറഞ്ഞ് ഒരു ലെജൻഡായി മാറുമ്പോൾ അതൊരു അഭിമാന നിമിഷമാണ്. ഹന്നയ്ക്കും അതുപോലെ തന്നെയാണെന്ന് എനിക്കറിയാം, ഒരു അഭിമാനമാണ്. എന്ത് തോന്നുന്നു ഹന്ന, ഈ ഒരു ലെജൻഡായി ഇന്ന് ഇതിൻ്റെ മൊമെൻ്റൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു ഹന്നയ്ക്ക്? സന്തോഷം തോന്നുന്നു. ഈ 150 ദിവസം സന്തോഷമായിരുന്നു. ലെജൻഡ് ആയതിന് വളരെയേറെ സന്തോഷമാണ്. ലെജൻഡ് ആയതിന് ഭയങ്കര സന്തോഷമുണ്ട്. കൂട്ടുകാരോടൊക്കെ ചെന്ന് പറഞ്ഞോ ഞാൻ ലെജൻഡ് ആയെന്ന്? സ്കൂളിൽ ചെന്ന് പറഞ്ഞോ? ഒരാളുടെ പറഞ്ഞു. എല്ലാ കൂട്ടുകാരോടും പറയണം ഞാൻ ലെജൻഡായി. 150 വാക്യം പറഞ്ഞു. അതൊരു ഈസി അല്ല അല്ലേ? ഈസി ആയിരുന്നോ ജേർണി? എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്തത്? എങ്ങനെയാണ് ഇത് പഠിച്ചത്? അതിനെക്കുറിച്ചൊന്ന് കൂട്ടുകാരോട് പ്രേക്ഷകരോടൊന്ന് പറയാമോ? എങ്ങനെയാണ് 150 വാക്യം പഠിച്ച് ലെജൻഡായി മാറിയത്? ആ ഒരു ജേർണിയെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? 150 ദിവസം ഓരോ വാക്യം വെച്ചായിരുന്നു പഠിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഓരോ ദിവസം ഒരു ലെവലിന് പറയുന്നത് 14 വാക്യം വെച്ചാൽ. അപ്പോൾ ഒരു ലെവൽ പഠിച്ചിട്ട് അത് കാണാതെ പറഞ്ഞ് 10 വട്ടമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ 150 ദിവസം 11 ലെവലായിട്ട് പഠിച്ചിട്ട് അത് പിന്നെ കാണാപ്പാടമായി. അങ്ങനെയാണ് ലെജൻഡായി. അപ്പം അത് ഓരോ ലെവൽ കഴിയുമ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്ത് മോള് പഠിക്കുമായിരുന്നോ? റിപ്പീറ്റ് ആരെയാ പറഞ്ഞ് കേൾപ്പിക്കുന്നേ? അമ്മയെ പറഞ്ഞ് കേൾപ്പിക്കും. 100 ദിവസമൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. 100 ദിവസം കഴിഞ്ഞപ്പോൾ ഇച്ചിരി ബ്രേക്കായി. നമുക്ക് നോക്കാനായിട്ട് ഇടയ്ക്ക് നൈറ്റ് വരുമ്പോഴത്തേക്ക് അത് ഒരാഴ്ചത്തെ ബ്രേക്കാകും. പിന്നെ ഒന്നിച്ച് 5-6 ഒന്നിച്ചങ്ങ് പറയുമായിരുന്നു. അന്നേരം മറ്റേ മഞ്ജുഷ സിസ്റ്ററാണെങ്കിൽ വിളിച്ച് ചോദിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്നേരം പിന്നെ അങ്ങനെ ഒന്നിച്ച് പറഞ്ഞ് ലെവലെത്തി. മോള് ലെജൻഡ് ആയപ്പോൾ ഉള്ള ഫീലിംഗ് എന്തുവാണ്? വളരെ സന്തോഷം. വളരെ സന്തോഷം. അതെ. പിതാവെന്ന നിലയിൽ എന്താണ് സന്തോഷമുണ്ട്? ഞങ്ങളെക്കാട്ടി കൂടുതൽ സന്തോഷം മദറിനാണ്. അമ്മ ഗ്രാൻഡ് മദറിനാണ്. ഹന്നയുടെ ഗ്രാൻഡ് മദറിനാണ് സന്തോഷം. ഗ്രാൻഡ് മദർ ഒത്തിരി എഫേർട്ട് എടുത്തില്ലേ? അത് ബിനു ബ്രദറിന്റെ മദറാണ്. ഓക്കെ. ആകുമാനം വന്നായിരുന്നു പക്ഷേ ഇന്ന് പറ്റിയില്ല. പക്ഷേ ഇത് അമ്മച്ചി കാണുമ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. അന്ന് ഇന്റർവ്യൂ ചെയ്യാൻ നേരത്ത് മോളും അമ്മച്ചി മാത്രമേ ഉള്ളായിരുന്നു. ഞാനത് കണ്ടിരുന്നു. സൂമില് അമ്മച്ചി ബാക്കിൽ ഇരിപ്പുണ്ടായിരുന്നു. യെസ്. അപ്പം മോള് ലെജൻഡ് ആയപ്പോൾ പിതാവെന്ന നിലയിൽ എന്താ സന്തോഷം? യെസ്. എങ്ങനെയാണ് ഈ മോളെ ട്രെയിൻ ചെയ്യാനായിട്ടുള്ള എന്തെല്ലാം എഫേർട്ടുകളാണ്? എപ്പോഴേലും സമയത്ത് ഇവള് ഡ്രോപ്പ് ഔട്ട് ആകണം, നടക്കത്തില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ തരണം ചെയ്തു പോയത്? കാരണം പല കുട്ടികളും നമുക്ക് ഫീഡ്ബാക്ക് വരുന്നത്, ഈവൻ പേരൻസ് ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞ് അത്രയും പഠിക്കുന്നില്ല, കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ഔട്ടായ ഒത്തിരി പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഹന്നയുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായോ? അതിനെ എങ്ങനെയാണ് അവസാനം പറയുമെന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ മോക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് എളുപ്പം ക്യാച്ച് ചെയ്യും. അന്നേരം പിന്നെ ലാസ്റ്റ് ആയപ്പോൾ എല്ലാം കൂടെ പറയുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു.
അങ്ങനെ ദൈവം മോക്ക് സഹായിച്ചു. സഹായിച്ചു. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് ഹന്ന. അതെ, ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ ഒരു വിശേഷമായ കൃപ ഹന്നയുടെ മേലുള്ളത് കൊണ്ടാണ് അതെ. ഹന്നയ്ക്ക് അതങ്ങനെ പറയാൻ പറ്റുന്നത്. അത് എല്ലാ കുട്ടികളിലും ഇല്ല. അത് അതിലൊരാളാണ്. അത് പിന്നെ നമ്മളെടുക്കുന്ന എഫേർട്ട് കൂടാണ്. ദൈവത്തോടുള്ള സ്നേഹമാണല്ലോ ഇതെല്ലാം. ഗോഡ്സ് വേർഡ് ഇസ് എ ലോ. ദൈവത്തിൻ്റെ നിയമമാണ്. ആ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിലും ഒത്തിരി മാറ്റമുണ്ട്. ചുമ്മാ നമ്മൾ പഠിക്കുക മാത്രമല്ലല്ലോ. ഒരനുഭവം പറയൂ ഹന്ന. ദൈവവചനം ഈ 150 വാക്യത്തിൽ ഒരു വാക്യം പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആദ്യം മനസ്സിൽ വരുന്ന ഒരു വാക്യം ഏതായിരിക്കും? ഉൽപ്പത്തി 12:2 ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്റെ പേര് വലുതാക്കി നിന്നെ അനുഗ്രഹമാക്കി തീർക്കും. വെരി ഗുഡ്. അപ്പം ഹന്ന, എൻ്റെ ഒരു പ്രാർത്ഥനയും ഹന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം വലുതാക്കട്ടെ. അബ്രഹാമിന് കൊടുത്ത അതേ പ്രോമിസ് ഹന്നയ്ക്കും ദൈവം തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ആരായിരുന്നു മെൻറ്ററിനെ കുറിച്ച്, ആ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് പറയാമോ? മെൻറ്റർ നല്ലതായിരുന്നു. വാക്യം പറയാതിരിക്കുമ്പം വിളിച്ച് പറയും, പഠിക്കുക, അത് വാക്യം അയക്കുന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് തരുമായിരുന്നു. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ നമുക്കൊരു വലിയ ഫാക്ടറാണ്. ഒത്തിരി അല്ലെങ്കിൽ ഇടയ്ക്ക് വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരാൾ വെളിയിൽ നിന്ന് മോളെ വാക്കി കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഒരു മോട്ടിവേഷൻ ആവും അല്ലേ? എന്നും മെസ്സേജ് ചെയ്യുമായിരുന്നു. ആരായിരുന്നു? മഞ്ജുഷ ഷാജി. വെരി ഗുഡ്. അപ്പം ആ ഒരു മെന്റർഷിപ്പ് ഒത്തിരി നിങ്ങൾക്ക് പ്രയോജനം ചെയ്തു. ഓക്കെ, ഈ വാക്യങ്ങളല്ലാതെ ഹന്നയ്ക്ക് വേറെ എന്തെല്ലാം സ്കൂളിലോ അല്ലെ ചർച്ചിലോ ഒക്കെ ആയിട്ട് വേറെ എന്തൊക്കെ മേഖലയിലാണ് ഹന്ന കഴിവ് തെളിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്? പ്രസംഗത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്? പിന്നെ ചിത്രരചന, ക്വിസ്, ഓക്കെ, ക്വിസ് പ്രോഗ്രാം, ഇംഗ്ലീഷ് പാട്ട്. അപ്പോൾ അതിനകത്തൊക്കെ സജീവമായിട്ടുണ്ട്. സ്കൂളിൽ ഒരു താരമാണോ? സ്കൂളിൽ താരമാണ്. വെരി ഗുഡ്. അപ്പോൾ മാർക്കൊക്കെ നല്ലപോലെ കിട്ടും? സ്കൂളിൽ ഫസ്റ്റ് ആണോ? മലയാളം നേരത്തെ നിങ്ങൾ എവിടെയായിരുന്നു? കുവൈറ്റിലായിരുന്നു. ഓ, നിങ്ങളെല്ലാം കുവൈറ്റിലായിരുന്നു. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഹന്ന? പറയൂ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. അമ്മ, അച്ഛ, അമ്മച്ചി. നിങ്ങൾ 4 പേരാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്. നിങ്ങൾ മോള് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കുവൈറ്റ് ആണോ? ഇപ്പോഴാണ് ഞങ്ങള് കോവിഡിന്റെ സമയത്ത് നാട്ടിലോട്ട് പോകുന്നത്. ഇപ്പം നാട്ടിൽ സെറ്റിൽ. എവിടെയാ നാട്ടിൽ? നീരേറ്റുപുറം. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഹന്ന പറഞ്ഞു പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. ഒരു ഫുൾ പ്രസംഗിക്കാനുള്ള സമയമില്ല. എന്നാലും ഹന്നയുടെ ആ പ്രസംഗത്തിൻ്റെ ആ ഒരു ശൈലി ഒന്ന് എനിക്ക് മനസ്സിലാക്കാനും ഒന്ന് കേൾക്കാൻ വേണ്ടിയുള്ളൊരു ആകാംക്ഷയുള്ളത് കൊണ്ട് 1 മിനിറ്റിലെ ഒരു പ്രസംഗം, അല്ലെങ്കിൽ ഇപ്പം ഹന്ന പ്രാക്ടീസ് ചെയ്തിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു പ്രസംഗം, ആ പ്രസംഗത്തിൻ്റെ 1 മിനിറ്റ് ഒന്ന് പറയുമ്പോൾ ഞാനങ്ങ് സ്റ്റോപ്പ് ആക്കും. ഓക്കെ. ഏതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്? യേശുക്രിസ്തുവിനെ. ഓ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന ഒരാളാണ് യേശുക്രിസ്തു. ഏറ്റവും ലാംഗ്വേജുകളിലും ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഹന്ന ആ ഒരു വിഷയം എടുത്തത് തന്നെ വലിയ സന്തോഷം. യെസ്, യു ക്യാൻ പ്രൊസീഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കാൻ പോകുന്ന ഒരു വിഷയമാണ് യേശുക്രിസ്തുവിനെ കുറിച്ച്. യേശുക്രിസ്തു ആരാണ്? യേശുക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ കയറി നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായതാണ്. നമുക്കറിയാം, യേശുക്രിസ്തു ബൈബിളിൽ കൂടെ പല വാക്യങ്ങളും പല അധ്യായങ്ങളും വരെയാണ് നാം അറിയുന്നത്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു ഒരു പാവം ചെയ്യാതെ ആ പാവങ്ങൾ ഏറ്റിക്കൊണ്ട് ക്രൂശിൽ കയറി. അപ്പം നമുക്ക് യേശുക്രിസ്തുവിനോട് സ്നേഹം ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ പറയുന്നത്. യേശുക്രിസ്തു പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. കനാലിലെ വെള്ളത്തെ വീനാക്കി, അതുപോലെ തന്നെ ഓരോ രോഗങ്ങളെ സൗഖ്യമാക്കി. പല കാര്യങ്ങൾ യേശുക്രിസ്തു ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് ഹന്ന. എനിക്കറിയാം ഹന്ന ഇങ്ങനെ എത്ര മിനിറ്റ് വരെ പോകും പ്രസംഗിക്കുവാണെങ്കിൽ? 2 മിനിറ്റ്, 3 മിനിറ്റ് ഒക്കെ ആ പ്രസംഗിക്കും. അപ്പോൾ ഹന്നയ്ക്ക് പ്രസംഗിക്കാനുള്ളൊരു നല്ല ആ ഒരു ഗാംഭീര്യവും ആ ഒരു കഴിവും ദൈവം തന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് ഇങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ചിട്ട് പ്രസംഗിക്കണം. ചർച്ചിലാകട്ടെ സ്കൂളിലാകട്ടെ ഒക്കെ പ്രസംഗിക്കണം. പാട്ട് പാടുമെന്ന് പറഞ്ഞല്ലോ, ഒരു 4 വരി പാട്ടൊന്ന് പാടിക്കേ. ഇംഗ്ലീഷ് പാട്ട്. യെസ്, ഇംഗ്ലീഷ് പാട്ട്.
God will make a way where there seems to be no way. He works in ways we cannot see. He will make a way for me. He will make a way. God will make a way where there seems to be no way. He works in ways we cannot see. He will make a way. He will make a way. വെരി ഗുഡ്. പാട്ട് പാടിയതുപോലെ ഹന്നയ്ക്ക് വേണ്ടി ദൈവം ഒത്തിരി ഒത്തിരി വഴികളും വാതിലുകളും തുറന്നു തരട്ടെ. ഇനിയും ഒത്തിരി ഉയരങ്ങൾ പോകണം. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും വഴികളും ഒക്കെ ദൈവം തുറന്നു തരും. അപ്പം ഇനിയും നമ്മുടെ ഈ പ്രോഗ്രാമിൽ ദൈവയുടെ പ്രൊജക്റ്റിൽ ലെജൻഡായ ആളാണ്. അപ്പം 150 വാക്യങ്ങൾ പഠിച്ച് പറഞ്ഞു കേൾപ്പിച്ചതാണ്. അതിൻ്റെ റാൻഡം ഫയറിൽ പങ്കെടുത്ത് ജയിച്ച ആളാണ്. പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനൊരു റാൻഡം ഫയർ നടത്തിക്കോട്ടെ. ജൂനിയർ വിഭാഗമല്ലായിരുന്നു? യെസ്. മലയാളമായിരുന്നു ഇംഗ്ലീഷായിരുന്നോ? മലയാളം. അപ്പോൾ ഞാൻ റെഫറൻസ് ഒന്ന് പറയാണ്. അപ്പം മോളൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ. യെസ്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാം. പുറപ്പാട് 20:12. അപ്പനെയും അമ്മയും ബഹുമാനിക്കാറുണ്ടോ? ചെയ്യണം കേട്ടോ. അതൊക്കെ എന്താ ഈ ദൈവവചനം പഠിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റം അതൊക്കെയാണ്. ഒരു വചനം പഠിക്കുന്നുണ്ട്, ഈ വചനം നമ്മളെ അപ്പനെയും അമ്മയും ബഹുമാനിച്ചില്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ആ വേർഡ് ഇങ്ങനെ കയറി വരും അല്ലേ? അപ്പോൾ നമുക്ക് റെസ്പെക്ട് ചെയ്യാനായിട്ട് വരും. വെരി ഗുഡ്. സങ്കീർത്തനം 3:3. നീയോ യഹോവ എൻ്റെ ചുറ്റും പരിചയം, എൻ്റെ കോട്ടയെ എൻ്റെ തലയുയർത്തുന്നവനാകുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. സങ്കീർത്തനങ്ങൾ 32:8. ഗ്രേറ്റ്. റാൻഡം ഫയർ ആണ്. ഞാനിങ്ങനെ എൻ്റെ ഇതിനകത്തുനിന്ന് നമ്മളിങ്ങനെ നോക്കിയിട്ടാണ് പറയുന്നത്. ഓക്കെ. സദൃശവാക്യം 16:3. വിശ്വസ്ത സാക്ഷി പോസ്ക് പറയില്ല, കള്ള സാക്ഷി 16:3. നിന്റെ പ്രവൃത്തികളെ യഹോവയിൽ വെക്ക, നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. മത്തായി 18:35. അപ്പോൾ ഈ വാക്യം പഠിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കണമെന്നുള്ള കാര്യം കൂടെ നമ്മൾ പഠിച്ചു ഇല്ലേ? നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പഠിച്ചു മറ്റുള്ളവർ ക്ഷമിക്കണം. ഒരാൾ നമുക്കെതിരുമ്പം ക്ഷമിക്കണം. കാരണം നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ കർത്താവിൽ നിന്ന് നമുക്ക് ക്ഷമ കിട്ടത്തില്ല. ആ കുഞ്ഞത് അതുപോലെ ആ വാക്യം പഠിച്ചപ്പം ആ ഒരു വലിയ സത്യം കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എനിക്കറിയാം ഹന്ന ഈ 150 വാക്യവും നന്നായിട്ട് പറഞ്ഞതാണ്. ഒരൊറ്റ ചോദ്യം കൂടെ ചോദിക്കാം. ഞാൻ റെഫറൻസ് പറയണോ വാക്യം പറയണോ? വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 കൊലോന്ത്യർ 5:17. 2 കൊരിന്ത്യൻസ് 5:17. ഗ്രേറ്റ്, ഗ്രേറ്റ്. എത്ര വാക്കുകൾക്ക് എനിക്ക് വർണ്ണിക്കാൻ കഴിയാത്ത നിലയിലാണ് നമ്മുടെ ഹന്ന ഈ റാൻഡം ഫയറിൽ പങ്കെടുത്ത് ഈ കാര്യങ്ങൾ ചെയ്തത്. എത്ര അത്ഭുതമായിരിക്കുന്നു. എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞേ? 12 വയസ്സുള്ള ഹന്ന 150 വാക്യത്തിൽ നിന്ന് ഏത് ചോദിച്ചാലും അത് റെഫറൻസ് ആകട്ടെ വാക്യമാകട്ടെ പറഞ്ഞാൽ തുരുതുര പറയാൻ തക്കവണ്ണം ഹന്ന പ്രാപ്തിയായിട്ടുണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ ദൈവസേനയിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കണം. എവിടൊക്കെ അവസരം കിട്ടുമ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ചെയ്യണം. കാരണം വലിയൊരു നിധിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഹന്ന പറയൂ, നമ്മുടെ കൂട്ടുകാരോട് ഡൈവേർട്ട് സീസൺ 3 ആരംഭിക്കാൻ പോവാണ്. എന്താണ് ആ കൂട്ടുകാരോടൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും ഹന്നയുടെ അനുഭവത്തിൽ കൂടെ അവരോട് എന്താണ് പറയാനുള്ളത്? സീസൺ 2 മികച്ച വിജയങ്ങളാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സീസൺ 1 തുടങ്ങി ഇപ്പോൾ സീസൺ 2, ഇനി സീസൺ 3 ആണ് ഉള്ളത്. അതിലേക്ക് ഇനിയും കുറേ പേര് വരാണ്. ഈ 150 വാക്യം പഠിക്കണം. ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല. അത് പ്രാർത്ഥിച്ചുകൊണ്ട് അത് പഠിച്ച് ഇതുപോലെ വാക്യങ്ങളൊക്കെ പറഞ്ഞ് റെഫറൻസ് പറയുമ്പോൾ അതൊക്കെ പറയണം. നമുക്ക് എവിടെ ചെന്നാലും ഈ വാക്യങ്ങൾ ഉപകാരപ്പെടും. അപ്പോൾ ഇനി സീസൺ 3 കുറേ പേര് വരണം.
സ്കൂളിൽ ചെന്നിട്ട് പ്രിൻസിപ്പലിനോട് പറയണം ഞാൻ ലെജൻഡായി, ഈ സർട്ടിഫിക്കറ്റൊക്കെ കാണിക്കണം. എന്നിട്ട് സ്കൂളിൽ എല്ലാ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഒരു റാൻഡം ഫയർ ചെയ്യാനായിട്ട് പ്രിൻസിപ്പലിനോട് പറയണം. അതൊക്കെ ഒരു വലിയ അഭിമാനം. എത്ര പേരുണ്ട് സ്കൂളിൽ മൊത്തത്തിൽ? സ്കൂളിൽ എൻ്റെ ക്ലാസ്സിൽ 47 മൊത്തത്തിൽ ഹോൾ സ്റ്റുഡൻസ് അത് ഒത്തിരി പേരുണ്ട്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? SCS സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ സ്കൂൾ ശരിക്കും പറഞ്ഞാൽ സ്കൂളിനും ഒരു അഭിമാനമാണ് അല്ലേ? ഇത്രയും ഒരു മീഡിയയിൽ അവരുടെ സ്കൂളിനെ പ്രതികരിച്ചുകൊണ്ട് ഒരു കുട്ടി വന്നിട്ട് ലെജൻഡ് ആകുക എന്ന് പറഞ്ഞാൽ ആ സ്കൂളിനും ഒരു അഭിമാനമാണ്. കഴിഞ്ഞ ദിവസം ഇതുപോലെ ലെജൻഡായിട്ടുള്ള ഒരു കുട്ടി അവരുടെ സ്കൂളിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള അപ്രിസിയേഷനൊക്കെ കൊടുത്ത് അവർ സ്കൂൾ മാഗസിനിലൊക്കെ അത് ഇടിയിപ്പിച്ചു. അപ്പം ഞാനന്നേരം പെട്ടെന്ന് എൻ്റെ തോട്ട് പ്രോസസ്സിൽ അത് വന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. സ്കൂളിൽ ചെന്ന് പറയണം ഇങ്ങനെ മോളിൽ ലെജൻഡായി, ഇങ്ങനൊരു എക്സൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വീഡിയോ ഒക്കെ കാണിക്കുമ്പം അവർക്കും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. കാരണം അവരുടെ സ്കൂളിനും കൂടെ ഒരു അഭിമാനമാണ്. ആ സ്കൂളിനെ പ്രതികരിച്ചിട്ടൂടെയാണ്. എത്രയോ സ്കൂളുകളുണ്ട്, അപ്പം ആ സ്കൂളിൽ നിന്നുള്ള ഒരാൾ കയറി വരുന്നത്. ഓക്കെ, മാതാവ് എന്ന നിലയിൽ ഈ പേരൻസിനോടൊക്കെ പറയാനുള്ള ദൈവജനം പഠിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് മറ്റ് പേരൻസിനോട്? ഇപ്പം ഈ മോള് ചുമ്മാതല്ലല്ലോ ഈ 150 വാക്യമൊക്കെ പഠിച്ചിങ്ങനെ വന്ന് ലെജൻഡായത്. ഒരു അമ്മ എന്ന നിലയിലൊക്കെ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടില്ല, ജോലിയോടുള്ള ബന്ധം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുമായിരുന്നു ജോലി ചെയ്യുമ്പോൾ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ എന്താണത് പേരൻസിനോട് പറയാനുള്ളത്? വചനങ്ങൾ നമ്മൾ ഈ സെക്കൻഡ് സീസണിൽ നമ്മൾ വചനങ്ങൾ കുഞ്ഞിനെ ഒത്തിരി നമ്മൾ എഫേർട്ട് ചെയ്തിട്ടാണ് ഇത്രയും കൊണ്ടുവന്ന്. ഇനി 3ാമത്തെ സീസണിലോട്ട് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് വരണം. മാതാപിതാക്കൾ വചനങ്ങൾ പഠിപ്പിക്കാനും അതിന് മുൻകൈ എടുത്ത് അടുത്ത സീസണിലോട്ട് കുഞ്ഞുങ്ങളെല്ലാം ഇതിനകത്ത് പങ്കെടുക്കുക താല്പര്യം. പിതാവ് നിലയിൽ അച്ഛൻ എന്താണ് ഓഡിയൻസിനോട് പ്രേക്ഷകരോട് പറയാനുള്ളത്? മൈക്ക് അടുപ്പിച്ച് വെച്ചു. വൈഫോറിഞ്ഞിലൂടെ തന്നെ കുട്ടികളെയൊക്കെ ഇത് കാണാൻ പ്രേരിപ്പിക്കുകയും ബൈബിൾ വാക്യങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും എല്ലാവരും ശ്രമിക്കണമെന്നുള്ളതാണ്. ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ നമ്മൾ കേൾക്കുമ്പോഴും നമ്മുടെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ മാറുകയാണ്. നമുക്ക് ലൈഫിൽ നമ്മൾ ഓരോ തവണ വചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മുടെ ലൈഫിനെ ആ വചനം മോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ മോൾഡ് ചെയ്ത് നമ്മൾ ബിക്കമിങ് ലൈക്ക് ജീസസ്, യേശുവിനെ പോലെ നമ്മളാകുകയാണ്. അതാണ് വചനം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 3 പേരും, പ്രത്യേകിച്ച് ഹന്ന, ഈ ഒരു പ്രോഗ്രാമിൽ ഭാഗമായി ഈ ഒരു ലെജൻഡ് എന്ന നിലയിലേക്കായി. അതിന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിന് പേരൻസ് എന്ന നിലയിൽ പ്രത്യേകിച്ച് അമ്മച്ചിയുടെ പേരെന്താണ്? അന്നമ്മ മാത്യു എന്ന അമ്മച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ തരികയാണ്. അമ്മച്ചി ഇത് കാണും, അമ്മച്ചിയെ കാണിക്കണം. അപ്പം അമ്മച്ചിക്കൊരു വലിയ സല്യൂട്ട് തരുവാണ്. കാരണം അമ്മച്ചിയുടെ എഫേർട്ട് ഇവർ പ്രത്യേകം പറഞ്ഞു. ഞാനന്ന് സൂമിൽ അമ്മച്ചിയെ കണ്ടിരുന്നു. ഇന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. നമ്മുടെ അമ്മച്ചിമാരൊക്കെ അവരെടുക്കുന്ന ആ എഫേർട്ടുകൾ ഭയങ്കരമാണ്. തീർച്ചയായിട്ടും ഹന്നയ്ക്ക് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ ദൈവം സഹായിക്കട്ടെ. മാത്രമല്ല ഈ ദൈവേഡ് പ്രൊജക്റ്റ് കൊണ്ട് ഹന്ന അവിടെ ആ പ്രൊജക്റ്റ് തീരുകയല്ല, പുതിയ പ്രൊജക്റ്റ് ദൈവേ പ്രൊജക്റ്റാണ്. ഇറ്റ്സ് എ ലോങ് ജേർണി. ദൈവേ പ്രൊജക്റ്റ് ഡെയിലി ബൈബിൾ റീഡിങ് പോർഷൻ ആൻഡ് മെമ്മറി വേഴ്സ്. പക്ഷേ ലെജൻഡ് കോമ്പറ്റീഷൻ ഒന്നും കാണത്തില്ല. പക്ഷേ വാക്യം പഠിച്ച് വായിച്ച് ധ്യാനിച്ച് മുമ്പോട്ട് പോകുന്ന അതൊക്കെ ഒരു ഭയങ്കര നമ്മളെ ലൈഫിനെ മൊത്തം മോൾഡ് ചെയ്യുന്ന സമയമായിരിക്കും. അത് ഞാൻ ആഗ്രഹിക്കുന്നു. ഹന്നയ്ക്ക് മാത്രമല്ല, ആസ് എ ഫാമിലി നിങ്ങൾക്കൊരു വലിയ ബ്ലെസ്സിങ് ആകും. അത് നിങ്ങൾ ആ ഒരു പ്രൊജക്റ്റിലും ഭാഗമായി കണ്ടിന്യൂ ആയിട്ട് നിൽക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ ഇത്രയും സമയം നിങ്ങൾ എന്നോടൊപ്പം ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു. ഞാൻ ചോദിക്കാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയണമെന്നോ ചിന്തിച്ച എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ വാക്കുകൾ പറഞ്ഞ്, പിന്നെ മെൻറ്റേഴ്സിന് ഒരു നന്ദി പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയാനുള്ള സമയം തരികയാണ്. വിൽ സ്റ്റാർട്ട് വിത്ത് ഹന്ന. അതിനുശേഷം നിങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കാം. ഹന്ന. പ്രത്യേകമായിട്ട് മെൻറ്ററിനോട് താങ്ക് യു പറയുന്നു. പിന്നെ എന്നെ സഹായിച്ച എല്ലാവരോടും, പിന്നെ എക്സലിലുള്ള എല്ലാവരോടും താങ്ക് യു പറയുന്നു. കാരണം ഈ ഡൈവേർഡ് പ്രോജക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ലെജൻഡായിട്ട് നിൽക്കാൻ പറ്റുന്നത്. വെരി ഗുഡ്.
എക്സൽ മിനിസ്ട്രിയോട് എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. പ്രത്യേകിച്ച് മഞ്ജു സിസ്റ്ററിന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. താങ്ക് യു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി പറയും. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടെ ഹന്ന, വി ആർ സോ പ്രൗഡ് ഓഫ് യു. വി വോണ്ട് ടു താങ്ക് യു. ആ എടുത്ത എഫേർട്ട്, ഹാർഡ് വർക്ക്. പല പേരൻസ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയാണ്, പഠിത്തമാണ്, സ്കൂളിൽ ഒത്തിരി കാര്യമുണ്ട്, അസൈൻമെൻ്റ് ഉണ്ട്, ഹോംവർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പേരൻസ് തന്നെ എക്സ്ക്യൂസസ് പറയുന്നത് കണ്ടിട്ടുണ്ട്. യെസ്. പക്ഷെ അതിനിടയിലൊക്കെ ഇതിനൊരു പ്രാധാന്യത കൊടുത്ത് അതിനിടയിലും ഇത് ചെയ്യാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്തവരാണ് നിങ്ങൾ. അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ജോലി തിരക്കിൻ്റെ നടുവിലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് ദൈവവചനം പഠിപ്പിക്കാൻ കഴിയും എന്ന് പ്രൂവ് ചെയ്തവരാണ് നിങ്ങൾ. നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റ് ദൈവേ പ്രൊജക്റ്റിലൂടെ ഹന്ന വീണ്ടും ഞങ്ങളോടൊപ്പം കണ്ടിന്യൂ ചെയ്യും. ഇനിയും ഹന്ന ഇതുപോലെ ഇൻ്റർവ്യൂവിന് വരും. ഇതിനെക്കാട്ടിൽ കൂടുതൽ ഉയരങ്ങൾ താണ്ടി വിജയിച്ച് കൂടുതൽ ഉയരങ്ങൾ താണ്ടി നമ്മുടെ അടുക്കൽ വരണം. വന്ന ഇൻ്റർവ്യൂവിൽ വീണ്ടും പങ്കെടുക്കണം. പുതിയ അനുഭവങ്ങൾ അന്ന് ഞങ്ങളോട് പങ്കുവയ്ക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഇത് നിങ്ങളുടെ ലൈഫിലും ഒരു ചലഞ്ചാകണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഇതുപോലെ ഇതേ സീറ്റിൽ വന്ന് ഇരുന്ന് ഇതുപോലെ ലെജൻഡാകാൻ, ഇതുപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരട്ടെ. ദൈവേർഡ് ഇസ് എ പ്ലാറ്റ്ഫോം ഫോർ ഈച്ച് വൺ ഓഫ് യു. ദൈവം നിങ്ങൾക്ക് സഭാ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗക്കാർക്കും, എല്ലാ ആൾക്കും, അത് മർത്തമയെന്നോ CSI എന്നോ ഓർത്തഡോക്സ് എന്നോ കത്തോലിക്കെന്നോ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എക്സൽ മിനിസ്ട്രീസ് ഒരുക്കുന്നത്. അപ്പം അതിനകത്ത് നിങ്ങളെ ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവേർഡ് സീസൺ 3 ആരംഭിക്കുന്നു. അതിൻ്റെ എൻറോൾമെൻറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളതിനകത്ത് ഭാഗമാകുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവേ പ്രൊജക്റ്റിൽ ലെജൻഡായി വരുന്നവർ ദൈവേ പ്രൊജക്റ്റിലേക്ക് കയറും. കണ്ടിന്യൂ. പിന്നെയും അവർ ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ലോങ് ജേർണിയാണ്. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ എക്സൽ ദൈവേർഡ് ഫാമിലി, എക്സൽ മിനിസ്ട്രീസ്, എല്ലാ ബോർഡ് മെമ്പേഴ്സ്, ദൈവേർഡിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സ്, മെൻറ്റേഴ്സ്, ടീം, എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും നിങ്ങളെ 3 പേരെയും ഞാൻ അറിയിക്കുന്നു. സമയം വേർതിരിച്ച് ഇവിടെ വന്നതിന് പ്രത്യേകം നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ ഈ എക്സൽ ഈ മീഡിയയെ സപ്പോർട്ട് ചെയ്യുന്നതിന്, ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നതിന്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുക. മറ്റുള്ളവരും ഇത് അറിയട്ടെ, കാണട്ടെ, ഇതിനകത്ത് ഭാഗമാകട്ടെ. അടുത്ത ഒരു എപ്പിസോഡിൽ പുതിയൊരു വ്യക്തിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അണ്ടിൽ ദെൻ, ഇറ്റ്സ് മീ അനിൽ ഇലന്തൂർ. ഗാഡ് ബ്ലസ് യു.